ഇത് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് ആളിങ്ങോട്ട് എണീച്ച് ഒരു ബോക്സ് തുറന്നിട്ട് ഒരു ടവല്, ചെറിയ ഒരു ടവലും ഒരു നല്ലൊരു തിളക്കുള്ളൊരു പെന്നോ എടുത്തിട്ട് എൻ്റെ തന്നു. പോയി നന്നായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നന്നായി പറഞ്ഞു. മടവൂർ ശൈഖുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരെ കണ്ട് ബന്ധപ്പെട്ടവരെയെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്, ഇത് നിന്ന് കിട്ടൂല. ഇത് എവിടെ നിന്നുണ്ടായതാന്ന് വെച്ചാൽ, ഞാൻ ഷെയ്ഖിൻ്റെ പള്ളിയിലുള്ള സമയത്ത് എന്നെ കണ്ടാൽ നല്ലൊരു മുലിയാരാ. അപ്പോൾ കൊയിലാണ്ടി ഭാഗത്തുള്ള സ്ഥലം ഞാൻ മറന്നുപോയി. ഓല് വന്ന് എന്നോട് പറഞ്ഞ്, സാധാ ഞങ്ങളുടെ നാട്ടിൽ 4 ദിവസത്തെ വയലുണ്ട്, ഒരു ദിവസത്തെ വയൽ നിങ്ങൾ പറഞ്ഞു തരണമെന്ന്. അല്ല, 2 ദിവസത്തെ വയൽ നിങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ വയലിന് പോയില്ലല്ലോ, ഞാൻ എവിടെയെങ്കിലും വയൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്നു. നിങ്ങളാ തീരുമാനിച്ചത്, നിങ്ങളത് തീരുമാനിച്ചാൽ മതിയോ? ഞാനിന് പോയില്ല മോനെ, അങ്ങനെ പോയില്ല. എന്നാൽ ഒരു ദിവസം എന്തായാലും നിങ്ങൾ വരണോ പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ തന്നെ ബേജാറായി. എന്തായി പറയും, സ്റ്റേജ് വയലേ ഏടെങ്കിലും പള്ളിൻ്റെ മൂലയിൽ എണീച്ചെന്തോന്ന് ഒരു വയലം പറഞ്ഞിട്ട് ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു ഒരാൾ വേഗം കഴിയും. ഇതെന്നാ ഒരു സ്റ്റേജ് കെട്ടിയത് ജനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാസിൽ വയൽ പറയല്ലേ, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ ഉസ്താദിൻ്റെ വാലിന് നല്ല ഇഷ്ടപ്പെട്ടെന്ന്. ഏടുന്ന് കേട്ട് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ചിലപ്പം പറയാം, അതിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം എണീച്ച് എന്തൊരു കാര്യം പറഞ്ഞ ഒരു പൊട്ടിച്ചെറിയാന്നല്ലാണ്ട് ഒരു വയലാപ്പ് അവർ 2 മിനിറ്റേക്ക് ഉണ്ടാകുക. എന്തോന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത് തീർന്നാനോ അവലും ആഹാരമൊന്നും ഉണ്ടാവില്ല. അതിന് ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, തുടക്കവും ഒടുക്കമൊക്കെ വേണ്ടേ, വിഷയം പറയണ്ടേ, ആയത്ത് ഹദീസ് ഓതണ്ടേ, ചരിത്രം പറയണ്ടേ. അങ്ങനെ ശീലിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു കാര്യം അത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളൊരു നോട്ടീസ് ആയിട്ട് വന്നിരിക്കുന്നു. പഠിച്ചവനെ ഈ നോട്ടീസും കൂടെ കണ്ടപ്പോൾ എനിക്ക് മൂത്രിക്കാൻ മുട്ടേ, പിന്നെ വേറെന്തിനൊക്കെ മുട്ടലോട് മുട്ടൽ. പെട്ടെന്ന് എനിക്കൊരു സന്തോഷം ഉണ്ടായി. നാട്ടിൽ പോയിക്കാളാണ്, പുത്തൂരങ്ങ് പോയാലും ഉണ്ടാവില്ല, വലിയ വരുന്നേരം ഈ ദിവസം നോക്കിയിട്ട് അന്നങ്ങ് പോയി കഴിഞ്ഞാൽ വിഷമല്ലോ. അങ്ങനെ സമാധാനമായി. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞ്, ഞാനുണ്ടാവില്ല, നിങ്ങളാരോ ആ ദിവസത്തൊക്കെ കണ്ടോളി, ഞാൻ അങ്ങനെ വയലിന് പോയല്ല, നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെ. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ പറയാനായിട്ട് വരണ്ട, എനിക്ക് കഴിയില്ല എന്ന് വീണ്ടും പറഞ്ഞു. പിറ്റേന്ന് എനിക്ക് തോന്നി, ഞാൻ കൈനോട് പോയിട്ട് മനസ്സിൽ കൈന്ന് ഞങ്ങൾ വിളിക്കരുത്, എന്നെ പോയിട്ട് പറയട്ടെ. ഞാൻ അങ്ങനെ അവിടെ പോയി. ഞാൻ നോട്ടീസ് ചെയ്തിട്ടാണ് പോയത്. നോട്ടീസ് കൈ കൊടുത്ത്, ഞാനിതുവരെ ഒരു സ്റ്റേജിലും പ്രസംഗിച്ചിട്ടില്ല. ഇങ്ങനെ ഓല് പ്രസംഗിക്കാൻ പറഞ്ഞു എന്നോട്. ഞാനിതുവരെ എവിടെയും പ്രസംഗിച്ചിട്ടില്ല, എനിക്കോട്ട് അറിയില്ല, അതിനുള്ള അറിവും ഇല്ല, ഞാൻ പ്രസംഗിക്കലും ഇല്ല. എന്നിട്ട് ഓരോട് ഞാൻ പറഞ്ഞൊക്കെ നോക്കി, ഓല് നിന്നിട്ട് നോട്ടീസ് അടിച്ച് കൊണ്ടുവന്നു. ഒരു ദിവസത്തെ പ്രസംഗമുള്ളൂ, 2 ആദ്യം പറഞ്ഞെങ്കിലും 1 ഓല് എഴുതിയത്. ഇത് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് ആളിങ്ങോട്ട് എണീച്ച് ഒരു ബോക്സ് തുറന്നിട്ട് ഒരു ടവല്, ചെറിയ ഒരു ടവലും ഒരു നല്ലൊരു തിളക്കുള്ളൊരു പെന്നോ എടുത്തിട്ട് എൻ്റെ തന്നു. പോയി നന്നായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നന്നായി പറഞ്ഞു. ഞാൻ വെച്ച് എന്ത് പറയാന്നാ പറയാ, എന്താ ഞാൻ പറയാ എന്നൊക്കെ അങ്ങനെ ആടുന്നേ ചിന്തിക്കുന്നത്. അങ്ങനെ പറയാനെന്തോന്ന് ഒഴുക്കി കിട്ടണ്ടേ, അങ്ങ് ചിന്തിച്ച് നോക്കിയിട്ടൊന്നും ഒരു തലയും പാലും കിട്ടുന്ന സ്റ്റേജിൽ പറയും ഞാൻ എന്തെന്നാ ഏതോട്ടെ കൈ പറഞ്ഞല്ലേ വിചാരിച്ച് ഞാൻ അന്ന് നാട്ടിലും പോയില്ല. ഞാനാളെ കാത്തുനിന്ന് ഓല് വന്ന്, ഓല് വണ്ടിയേറ്റാണ് വന്ന്. അപ്പം ഞാൻ ഈ പെണ്ണെടുത്ത് കീസയിൽ കുത്തി, അതുപോലെ ഈ ടവലെടുത്ത് അത് കീസയിൽ വെച്ച് ഞാനങ്ങോട്ട് പോയി. പോണേനൊക്കെ ഞാനിങ്ങനെ അവിടെ എത്തുന്നവരെ ചിന്തിക്കുകയാണ്, എന്താണ് ഇപ്പോൾ അവിടെ പറയാൻ എന്നിങ്ങനെ. അങ്ങനെ സ്റ്റേജ് വേള ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടെ എത്തി ഫാത്തിഹ വിളിച്ച് ഇതുവായിരുന്നു. ഫാത്തിഹ ഇതുവാർക്ക് എനിക്ക് പിന്നെ അറിയാം, ചെയ്യേണ്ട പള്ളിയിലല്ലേ, അവിടെ ഇങ്ങനെ ഇതുവ തന്നെയല്ലേ പണി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നാട്ടിൽ തുടങ്ങണ്ടേ, സദസ്സ് നിറച്ച ആളും ഷെയ്ഖിൻ്റെ പള്ളിയിലെ ഇമാമിൻ്റെ വാത് കേൾക്കാൻ. ഞാൻ പുത്തൂര മജീദല്ലല്ലോ, ഷെയ്ഖിൻ്റെ പള്ളിയിലെ ഇമാമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്തോ ഒരു വലിയ മലയാറായിട്ട് എനിക്കിങ്ങനെ വില കണ്ടിട്ട് വിയർപ്പൊട്ടും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നില്ല, ഞാനങ്ങോട്ട് ഹംദും സലാത്തും ഒക്കെ അതെന്ന പോലെ ചൊല്ലി
വലിയ മുലിയാമാരെ ഇല്ലും പോലെ ഒന്നും എനിക്ക് എല്ലാം കിടന്നവിടെ അതുപോലൊക്കെ ഒന്ന് അടിച്ചിട്ട് പെട്ടെന്ന് ഒരായത്ത് ഓർമ്മയിൽ വന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാത്തി എന്നുള്ള ആയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഉളൂറായി. അതങ്ങ് ഓതി ഒരു കാലല്ലാവും പറഞ്ഞു. ഇനിയൊരു ഹദീസ് തോന്നണമല്ലോ, ഇതിനോട് ചേർന്നതൊരു ഹദീസ് തോന്നുന്നു. ഇവിടുന്ന് ചീന്തള്ളിയിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നവരെ ഈ ആയത്തും എനിക്ക് ഓർമ്മയിൽ എന്നില്ല, ഹദീസ് ഓർമ്മയില്ല. ആയത്ത് ഓതി ഉടനെ അത്തക്കവ ആകുനാന്ന് മനസ്സിലിങ്ങ് വന്നാൽ അങ്ങ് ഓതി ആയത്തുമായി ഹദീസുമായി. പിന്നെ പാട്ട് ഏതെങ്കിലുമൊക്കെ ഏതും ചെല്ലാൻ എനിക്കറിയാം കുറേ ആടുപാടി. അപ്പം എല്ലാ മുല്ലാർമാരും പറയുമ്പോലുള്ള ഒരു തുടക്കമായി. പിന്നെ ഞാനങ്ങോട്ട് വേദറിഞ്ഞു. ഈ വന്ന് ഇരുന്ന ആളുകൾ ഒരാളൊന്ന് അങ്ങോട്ടും അങ്ങോട്ടും പോന്നിരിക്കാതെ 3 മണിക്കൂർ ഞാൻ വേദറിഞ്ഞു. 10 മിനിറ്റ് പറയാൻ കഴിയൂല എന്ന് വിചാരിച്ച ഞാൻ 3 മണിക്കൂർ അവിടെ വേദ പറഞ്ഞു. പിന്നെ കമ്മിറ്റിക്കാരോ ഒന്നിങ്ങനെ തോണ്ടിയപ്പാണ് 3 മണിക്കൂറായത് ഞാൻ അറിഞ്ഞത്. പിന്നെ ഓലാടെ വേദ നടത്തിയെടുത്തോളം എന്നെ വിളിക്കാറുണ്ട്. ഇപ്പം കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ വിരാന്ത് വന്നപ്പോൾ ഓൽക്ക് പറ്റാത്ത ഗ്രൂപ്പിലാന്ന് തോന്നുന്നു ഞാനില്ല, ഏതാവട്ടെ അങ്ങനെ ഓല് വിളിക്കില്ല. ഇങ്ങനെ പിന്നെ എവിടെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ ഒക്കെ എന്നെ വിളിക്കലുണ്ട്. ഈ ഒരു പോക്ക് പോയി ഇനി പിന്നെയും വിളിക്കുമ്പോൾ ഞാൻ എന്താ ഈ അവിടെ പറയാൻ വെച്ചാൽ പോവുക. അവിടെ എത്തി പറയാൻ തുടങ്ങിയാൽ എന്നോട് പറഞ്ഞാൽ പോയി നന്നായി പറഞ്ഞോന്ന്. ഇതൊക്കെ കറാമത്തല്ലേ, പിന്നെ ഏതാ കറാമത്ത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അലുമായി മഹാനവറുകൾക്കൽ ഷുഗോരം ഉസ്താദ് പോയൊരു സംഭവം കോയ ഉസ്താദ് എന്നോട് പറഞ്ഞത്. ഷുഗോരം ഉസ്താദ് ഒരു സാധു മനുഷ്യന്, അത്യാവശ്യം മതപരമായ അറിവുണ്ടെങ്കിലും അത് പ്രബോധനം ചെയ്യാനുള്ള ഒരു കഴിവ് കുറവാണ്. ഒരു ഖത്തീബായി നിൽക്കാനോ ഒരു സ്വകാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഏൽക്കാനൊന്നും കഴിവില്ലാത്തതുകൊണ്ട് മൂപ്പര് കുറച്ച് തൈലവും പിത്തക്കുളിയെയും അതുപോലെ തന്നെ വായുകുളിയെയും കോരോജനാദി കുളിയും പോലത്തെ കുറേ മരുന്നുകൾ സംഘടിപ്പിച്ച് അതിനെപ്പറ്റിയൊക്കെ ചെറിയ രൂപത്തിൽ വൈദ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് വയനാട് ഭാഗങ്ങളിൽ ഇങ്ങനെ പോകും. അപ്പോൾ മൂപ്പർക്ക് ചെല്ലാനുള്ള ദിക്റുന്തുവാക്കാവും ചൊല്ലു, ഇടയ്ക്കിങ്ങനെ കയറി ആടെ ഇവിടെയും കയറി ഒരു എന്തെങ്കിലും അസുഖമൊക്കെ പറഞ്ഞാൽ എന്നെ ഗുളികകളുടെ ഉണ്ട്, ആ രോഗത്തിന് ഈ വായുകുളി നല്ലതാണ്, അത് വെച്ച് നോക്കി എന്നറിയും, തൈലം കൊടുക്കും. ഇതൊക്കെ ചെയ്ത് ഇവരുടെ ഒരു ശൈലിയും സ്വഭാവവും കാണുമ്പോൾ സ്ത്രീകൾ ഉസ്താദ് ഈ വെള്ളം ഒന്ന് മന്ദിരിച്ചേരിയെന്നറിയും. അപ്പോൾ ഉസ്താദ് പറയുമ്പോൾ ഞാനങ്ങനെ വെള്ളം മന്ദിരിക്കില്ല, തൈലുണ്ട്, മരുന്നുണ്ട്, ഗുളിയുണ്ട്, ഞാൻ വെള്ളം ഒന്നും മന്ദിരിക്കും. കാരണം വെള്ളം മന്ദിരിച്ച് കൊടുക്കാനുള്ളൊരു അനുവാദം ആരോടും വാങ്ങാത്തതുകൊണ്ട് അതൊരു അവർക്ക് ഇജാസിത്ത് പ്രകാരമല്ലാതെ ഞാനത് ചെയ്തൊരു അത് വേടാണ്ടെന്നുള്ള നിലക്കൊരു സൂഫിസുള്ള ആളായിരുന്നു നേരത്തെ. അങ്ങനെ മൂപ്പര് വെള്ളം മന്ദിരിക്കൂല. ചിലവർ നൂല് കൊടുക്കുന്നതൊന്ന് മന്ദിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അതും മൂപ്പര് മന്ദിരിക്കൂല. ഇന്ന് കുറേ ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ചിന്തിച്ചല്ലോ, എന്നാൽ ആരോ ഒന്നെ ഒരു സമ്മതം വാങ്ങിയിട്ട് ഇത് ഞാനങ്ങനെ സ്വയം ഏതായാലും മന്ദിരിക്കുന്നില്ല, ഏതെങ്കിലും ഒരു മഹാൻ്റെ ഒരു സമ്മതം കിട്ടിയാൽ ഒന്ന് ഊതി കൊടുക്കുക. അങ്ങനെ പലരും ചോദിക്കുന്നതല്ലേ. അങ്ങനെ ആലുവായി മഹാനവറുകളെ അന്ന് അറിയപ്പെടുന്ന സന്ദർഭത്തിൽ മൂപ്പര് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ഇത് കോയസ്താദിനോട് പറഞ്ഞെന്ന്. അപ്പോൾ അവരിങ്ങനെ അവിടെ കവുന്നിങ്ങനെ കിടന്നെന്തോ ഒരു ദിക്റ് ചെല്ലുകയാണ്. കവുന്ന കിടക്കുന്നവർ ഒരു ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാളിങ്ങനെ അവിടെ എന്തോ സലാം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണെന്നോട് എഴുന്നേറ്റ് പോയിട്ട് വയല് പറയടാ, എൻ്റെ പിന്നിൽ ആളുണ്ട്, എൻ്റെ പിന്നിൽ ആളുണ്ട്, പോയിട്ട് വയല് കയറി. ഇതാണ് പറഞ്ഞ. അങ്ങനെ ഷുഗറും പിന്നെ വഫാത്ത് വരെ വേദനായി. സാധാരണഗതിയിൽ ഒരു നിസ്കാരത്തിന് ചേർത്ത് വന്നതൊക്കെ വേദന ഞാൻ കേട്ടിരുന്നു. ഒരങ്ങനത്തെ ഒരു പ്രൗഢിയുള്ള വേദമൊന്നുമില്ലേ. പക്ഷെ ജനങ്ങൾക്ക് എന്താണെന്നറിയില്ല, ആടെ കൂടെ കൂടുകയാണ്, നന്നായിട്ട് ആൾ കൂടും. അങ്ങനെ തന്നെ വൈലിത്തറൻ്റെ പ്രസംഗവും, വൈലിത്തറ പരീക്ഷയിൽ പൊട്ടിപ്പോയി. ഇപ്പോൾ കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള ആളാണ്. SLC ഏതോന്ന് എഴുതിയെടുത്ത് പൊട്ടിയപ്പോൾ അങ്ങലുവായിൻ്റെ അടുക്കൽ ചെന്ന് ഇത് പൊട്ടിയ സങ്കടം പറയാൻ അന്ന് മൂപ്പര് നാടൻ ദർസിൽ കുറച്ച് കോതലുണ്ടായിരുന്നു. ഫത്തുൽമീനും ജലാലിനെയൊക്കെ മൂപ്പര് കുറച്ച് ഓതിയിട്ടുണ്ട്. കൂടുതൽ കിതാബ് ഓതിയ ആളെന്നല്ല.
ലൗകികമായി പഠിക്കാനുള്ളൊരാഗ്രഹം ഇവർക്കുണ്ട്. അങ്ങനെ പരീക്ഷയിൽ പൊട്ടിയപ്പോൾ അത് പറയാൻ പോയതാണ്. ഇത് എന്നോട് പറഞ്ഞെന്ന ഉസ്താദാണ്, കോയസ്താദാണ്. അങ്ങനെ അലുവായിൻ്റെ അടുക്കൽ ഈ സങ്കടം പറയാൻ ചെന്നപ്പോൾ പോയിട്ട് വാല് പറയടാ എൻ്റെ പിന്നിൽ ആളുണ്ട്. അപ്പം അവരുടെ വാക്ക് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ അള്ളാഹുവിലേക്ക് അടുത്ത് നേടിയെടുത്ത പവറാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ശൈഖുനായുടെ ജീവിതത്തിൽ